നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബാവ ഹാജി അനുസ്മരണം നവംബർ 17 ഞായറാഴ്ച. CPM പ്രഥമ തവനൂർ ഏരിയ സമ്മേളനത്തിന് ആലത്തിയൂരിൽ തുടക്കമായി. KSTU യൂണിയൻ മാതൃകാ പരീക്ഷയും പരിശീലനവും സംഘടിപ്പിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് താനൂർ നഗരസഭ സംഘടിപ്പിച്ച വർണ്ണോത്സവം ശ്രദ്ധേയമായി. പുറത്തൂർ പഞ്ചായത്ത് മുരുക്കുമാട് ദ്വീപ് സംരക്ഷണ പദ്ധതി കേന്ദ്ര സംഘം സന്ദർശിച്ചു. വെട്ടം എരയപുരം സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്തെ അയ്യപ്പൻ വിളക്ക് ഡിസംബർ 14 ശനിയാഴ്ച. വിശദമായ വാർത്തകൾ. ബാവ ഹാജി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 17 ഞായറാഴ്ച തിരൂർ തുഞ്ചൻ പറമ്പിലെ തുഞ്ചൻ ഓഡിറ്റോറിയത്തിൽ ബാവ ഹാജി അനുസ്മരണം സംഘടിപ്പിക്കും. വൈകിട്ട് 3 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ബാവ ഹാജി അനുസ്മരണ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. ഞായറാഴ്ച തുഞ്ചൻ പറമ്പിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയാകും. നമ്മുടെ ബാവ ഹാജി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ബാവ ഹാജി അനുസ്മരണ സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഈ വരുന്ന ഞായറാഴ്ച 17-ാം തീയതി തിരൂർ തുഞ്ചൻ പറമ്പിലെ തുഞ്ചൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത്. മുൻ നിയമസഭാ സ്പീക്കറും ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള MP രാജേഷാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ ആ പരിപാടിയിൽ വഖഫ് സ്പോർട്സ് മന്ത്രിയായിട്ടുള്ള V അബ്ദുറഹ്മാൻ സർ മുഖ്യ അതിഥിയാകുന്ന ആ ചടങ്ങിൽ തിരൂർ മണ്ഡലം MLA കുറുക്കോളി മൊയ്തീൻ, തവനൂർ MLA ഡോക്ടർ KT ജലീൽ, പൊന്നാനി മണ്ഡലം MLA നന്ദകുമാർ, മുൻ MP C ഹരിദാസ്, പ്രൊഫസർ AP അബ്ദുൽ വഹാബ്, അജിത് കൊളാടി, KS ഹംസ, NYL സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി തുടങ്ങിയ പ്രഗത്ഭരാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. MLA-മാരായ കുറുക്കോളി മൊയ്തീൻ, ഡോക്ടർ KT ജലീൽ, P നന്ദകുമാർ, മുൻ MP C ഹരിദാസ്, പ്രൊഫസർ AP അബ്ദുൽ വഹാബ്, അജിത് കൊളാടി, KS ഹംസ, NYL സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീർ പയ്യനങ്ങാടി തുടങ്ങിയവർ സംബന്ധിക്കും. മുഹമ്മദ് അറക്കൽ ബാവാക്ക് ബാവ ഹാജി ഫൗണ്ടേഷന്റെ ആരോഗ്യമിത്ര പുരസ്കാരം സമർപ്പിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ഊന്നാൻ തീരുമാനിച്ചിട്ടുള്ള ബാവ ഹാജി ഫൗണ്ടേഷൻ കഴിഞ്ഞ അധ്യയന വർഷം SSLC+1 പരീക്ഷകളിൽ ഉന്നത വിജയം വരിച്ച കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്നും സംഘാടകർ പറഞ്ഞു. K അബ്ദുൽ ലത്തീഫ്, K ഷറഫുദ്ദീൻ, VK യൂസഫ്, ഷൈജൽ വലിയാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് തിരൂർ. CPM പ്രഥമ തവനൂർ ഏരിയ സമ്മേളനത്തിന് ആലത്തിയൂരിൽ തുടക്കമായി. ആലത്തിയൂർ ഹാജത്ത് ഓഡിറ്റോറിയത്തിലെ C കുട്ടൻ നഗറിൽ മുതിർന്ന അംഗം KT വേലായുധൻ പതാക ഉയർത്തി. സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് പൊതുസമ്മേളനത്തോടെ സമാപിക്കും. സമാപന സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. KT ജലീൽ MLA മുഖ്യാതിഥിയാവും. പ്രതിനിധി സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബറിൽ ലോക്കൽ സമ്മേളനങ്ങളും നവംബറിൽ ഏരിയ സമ്മേളനവും അങ്ങനെ 7 മാസവും 6 ദിവസവും നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വിശാലമായ ഉൾപാർട്ടി ജനാധിപത്യ പ്രക്രിയയാണ് CPM-ൻ്റെ സമ്മേളനം. നമ്മുടെ ജില്ലയിലെ 2413 ബ്രാഞ്ചുകളുടെ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി
141 ലോക്കൽ സമ്മേളനങ്ങൾ, അതിൽ 137 പൂർത്തിയാക്കി. 4 പൂർത്തിയാക്കാതിരുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വണ്ടൂർ, ഏറനാട് മണ്ഡലങ്ങളിലെ 4 സമ്മേളനങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ടാണ് നടക്കാൻ പോകുന്നത്. എ പ്രേമാനന്ദൻ, CP നസീറ, PP സദാനന്ദൻ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. P മുനീർ രക്തസാക്ഷി പ്രമേയവും BG ശ്രീജിത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി KV സുധാകരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ K നാരായണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VP സക്കറിയ, VP അനിൽ, അഡ്വക്കേറ്റ് PK കലിമുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കൂട്ടായി ബഷീർ, A ശിവദാസൻ എന്നിവർ പങ്കെടുക്കുന്നു. സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് പൊതുസമ്മേളനത്തോടെ സമാപിക്കും. സമാപന സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. KT ജലീൽ MLA സംസാരിക്കും. വെട്ടം ന്യൂസ്, ആലത്തിയൂർ. KSTU കുറ്റിപ്പുറം ഉപജില്ലാ കമ്മിറ്റി നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് മാതൃകാ പരീക്ഷയും പരിശീലനവും സംഘടിപ്പിച്ചു. KSTU മലപ്പുറം ജില്ലാ പ്രസിഡന്റ് NP മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. വളാഞ്ചേരി ആറ്റം അക്കാദമിയുമായി സഹകരിച്ച് നടത്തിയ പരിശീലനത്തിൽ 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. KSTU മലപ്പുറം ജില്ലാ പ്രസിഡന്റ് N മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് P സാജിദ അധ്യക്ഷത വഹിച്ചു. മത്സര പരീക്ഷാ കോർഡിനേറ്റർ P അബ്ദുസലാം പരിശീലനത്തിന് നേതൃത്വം നൽകി. ജില്ലാ വനിതാ വിഭാഗം ചെയർപേഴ്സൺ TV റംഷീദ ടീച്ചർ, KSTU സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M മുഹമ്മദ് മുസ്തഫ, ജില്ലാ അസോസിയേറ്റ് സെക്രട്ടറി ജലീൽ വൈരങ്കോട്, വൈസ് പ്രസിഡന്റ് P അബൂബക്കർ, ആറ്റം അക്കാദമി ഡയറക്ടർമാരായ ജംഷിറ കല്ലിങ്ങൽ, T ദീപ, വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് സക്കറിയ മങ്ങാടൻ, വൈസ് പ്രസിഡന്റ് യൂനസ് മയ്യേരി, ഉപജില്ലാ ഭാരവാഹികളായ PJ അമീൻ, ഫൈസൽ കൊടുമുടി, ആസീസ് ഇരുമ്പിളിയം എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. ശിശുദിനത്തോടനുബന്ധിച്ച് താനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വർണ്ണോത്സവം പരിപാടി സംഘടിപ്പിച്ചു. വർണ്ണോത്സവത്തിന്റെ ഭാഗമായി താനൂർ നഗരസഭയിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സരം ശ്രദ്ധേയമായി. നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് 60 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. താനൂർ നഗരസഭ ചെയർമാൻ റഷീദ് മോര്യ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ ചിത്രം വരച്ചു തുടങ്ങിക്കൊണ്ടാണ് വർണ്ണോത്സവം പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ശേഷം നഗരസഭാ ചെയർമാൻ വിദ്യാർത്ഥികളോട് സംവദിച്ചു. നഗരവിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP അലി അക്ബർ, രാധിക ശശികുമാർ, മുൻ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ, മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ജയപ്രകാശ്, നഗരസഭാ കൌൺസിലർമാരായ നിസാം ഒട്ടുംപുറം, ദിബീഷ്, AK സുബൈർ, PT അക്ബർ, സംഘടക സമിതി ജനറൽ കൺവീനർ V നാരായണൻ മാസ്റ്റർ, ആർട്ടിസ്റ്റ് മുജീബ് മീനടത്തൂർ, കുഞ്ഞമത് മാസ്റ്റർ, റസാഖ് തെക്കയിൽ എന്നിവർ പ്രസംഗിച്ചു. വെട്ട ന്യൂസ്, താനൂർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുറത്തൂർ പഞ്ചായത്ത് മുരുക്കുമാട് ദ്വീപ് സംരക്ഷണ പദ്ധതി കേന്ദ്ര സംഘം സന്ദർശിച്ചു. പുറത്തൂർ പഞ്ചായത്തിന്റെ ബയോഡൈവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപയും ഉപയോഗിച്ചുകൊണ്ടാണ് മുരുക്കുമാട് ദ്വീപിന്റെ സൈഡ് പ്രൊട്ടക്ഷൻ പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 300 മീറ്ററാണ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 757 തൊഴിൽ ദിനങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. മുരുക്കുമാട് ദ്വീപിന്റെ ഇടിഞ്ഞുപോയ കരകൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ദ്വീപിലെ 40ഓളം കുടുംബങ്ങൾ നേരിടുന്ന കരയിടിച്ചിൽ ഭീഷണിക്ക് പരിഹാരമായി പരിസ്ഥിതി സൗഹൃദമായി 3.5 മീറ്റർ നീളമുള്ള മുളക്കുറ്റികൾ 1.5 മീറ്റർ ആഴത്തിലും 1 മീറ്റർ അകലത്തിലും പുഴയിലേക്ക് താഴ്ത്തി മുള കൊണ്ട് തന്നെ വാരിയുണ്ടാക്കി മുടഞ്ഞ ഓല കയറുകൊണ്ട് കെട്ടി ഇതിലേക്ക് ചെളി നിറച്ചാണ് 35 സ്ത്രീ തൊഴിലാളികളും 1 പുരുഷ തൊഴിലാളിയും യാതൊരുവിധ യന്ത്രസഹായവുമില്ലാതെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്നത്. പദ്ധതി പ്രദേശം വിലയിരുത്തുന്നതിനായി കേന്ദ്രാരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയും ജലശക്തി അഭിയാൻ പദ്ധതിയുടെ കേന്ദ്ര നോഡൽ ഓഫീസറുമായ സൗരഭ് ഭായ് ജെയിൻ IAS, കേന്ദ്ര ഗ്രൗണ്ട് വാട്ടർ ബോർഡ് അസിസ്റ്റന്റ് ബിന്ദു ജെ, ബിജു, MGNREGS ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ
പ്രീതി മേനു, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ആക്സി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻചാർജ് കബീർ, ഷിഹാബ്, മുഹമ്മദ് അസ്ലം, ഫാത്തിമ തസ്നീം, തിരൂർ ബ്ലോക്ക് ജോയിന്റ് BDO ഇൻചാർജ് രാജേഷ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്യോഗസ്ഥരായ മുഹമ്മദ് അഷ്കർ, രജീഷ്, രേഷ്മ, അജിത, ശ്രീദേവി, പ്രിയങ്ക തുടങ്ങിയവർ സന്ദർശിച്ചു. വെട്ട ന്യൂസ് പുറത്തൂർ. വെട്ടം എരേപുരം അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എരേപുരം സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന അയ്യപ്പൻ വിളക്ക് ഡിസംബർ 14 ശനിയാഴ്ച കൊണ്ടാടുവാൻ തീരുമാനിച്ചതായി സംഘാടകർ വെട്ടം ന്യൂസിനോട് പറഞ്ഞു. വെട്ടം എരയപുരം സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്തെ അയ്യപ്പൻ വിളക്ക് ഡിസംബർ 14 ശനിയാഴ്ച കൊണ്ടാടും. രാവിലെ 9 മണിക്ക് താനൂർ ശ്രീ അമൃതാനന്ദമയി മഠം മഠാധിപതി സംപൂജ്യ സ്വാമിനി അതുല്യാമൃത പ്രാണ ഭദ്രദീപം തെളിയിക്കും. മണ്ഡലകാലം മഹോത്സവങ്ങളുടെ കാലമാണ്. ഭക്തിയുടെ നിറ സാന്നിധ്യമാണ് അയ്യപ്പൻ വിളക്ക്. ഭക്തിയുടെ ലഹരി എന്തെന്നറിയണമെങ്കിൽ അയ്യപ്പൻ വിളക്ക് കാണണമെന്നുള്ളതാണ്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ മഠാധിപതി അതുല്യാമൃത സ്വാമിനി അതുല്യാമൃത പ്രാണ ഈ അയ്യപ്പൻ വിളക്കിന് ഭദ്രദീപം തെളിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവരെയും ഈ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. വെട്ടം എരേപുരം അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ ഈ കൊല്ലത്തെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഡിസംബർ 14 ശനിയാഴ്ച വൃശ്ചികം 29 വളരെ ഗംഭീരമായിട്ട് നടത്തപ്പെടുകയാണ്. എല്ലാ നാട്ടുകാരും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി ഈ മഹോത്സവം വിജയിപ്പിക്കണം. ഓരോ കൊല്ലവും വളരെ ഭംഗിയായി ഈ മഹോത്സവം നടത്താനാണ് കമ്മിറ്റിയുടെ തീരുമാനം. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുൻകാലങ്ങളിൽ ഈ കമ്മിറ്റിക്കും ഈ വിളക്കിനും ഈ മഹോത്സവത്തിനും പിന്തുണ നൽകിയ എല്ലാവർക്കും എരേപുരം അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ നന്ദി പറയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. നമ്മൾ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഈ പ്രാവശ്യം ഞങ്ങൾ കൂരിക്കാട്ടിൽ ഷാജിയുടെ പറമ്പിലാണ് ഞങ്ങൾ ഉത്സവം കൊണ്ടാടുന്നത്. അതേമാതിരി എല്ലാ വർഷവും ഞങ്ങൾ ഇത് മഹോത്സവമായി കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുന്നു. പുലർച്ചെ ഗണപതി ഹോമം, 9:30 കുടിവെപ്പ്, 10 മണിക്ക് മേളം, 12 മണിക്ക് ഉച്ചപൂജ, വൈകിട്ട് 4 വെട്ടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളത്ത് പുറപ്പെടും. തുടർന്ന് ദീപാരാധന, ഭജന, തായമ്പക, വിളക്കുപാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, തിരിയൊഴിച്ചിൽ, വെട്ടം തടവും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, വെട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.